രാജേന്ദ്രനോ? വന്നോളൂ വന്നോളൂ. നീ എന്താ ഇങ്ങോട്ട് പോകുന്നത്? അത് കൊള്ളാം. എനിക്ക് എന്റെ ചേട്ടനും ചേട്ടൻ കണ്ടേ. എനിക്ക് കൈ കഴിക്കണം, ഊണിക്കാം. ഞാൻ റെഡി. വെള്ളോട്ടിരിക്കുന്നു. അത് ശരിയല്ല. വിരുന്നിന് പോയിരിക്കും നീ. ഇന്ന് ഭാര്യ കിട്ടിയെന്നല്ലേ ഊണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഉഷയ്ക്കും തോന്നുന്നു. ചേട്ടന്റെ പങ്കിയവര് എനിക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാന്നോ പറയുന്നത്? ചേട്ടത്തമ്മയുടെ പങ്ക് കാണത്തില്ലേ? തീർച്ചയായും. പക്ഷെ ഇവിടെ സദ്യയൊന്നുമില്ല, ഊണുണ്ട്. എനിക്ക് ആ ഊണാ വേണ്ടത്. അപ്പൊ അവിടുത്തെ ചോറായിരുന്നു? അതെ, ചേട്ടൻ പോയുണ്ടോ? ഏതായാലും ഇത്തവണ വന്നില്ലേ, ഊണ് ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ. അത് തന്നെ ഞാനും പറഞ്ഞത്. എന്ന് വരൂ. എന്താ ഇരിക്കാൻ? നല്ല അഭ്യാസം. എന്റെ പൊന്നേട്ടത്തമ്മ ഞാൻ ഈ അവണപ്പല്ല മാറ്റി വിട്ടുന്നുണ്ടോളാം. ചേട്ടത്തമ്മ വീട്ടിലേക്ക് വരുമ്പേ ഇത് രണ്ടെണ്ണം കൊണ്ടുവരണേ. അതെന്തിനാ? അച്ഛനെ അമ്മയും ഇതേലൊന്ന് ഇരുത്തി പഠിപ്പിക്കണം. നല്ല സാമ്പാറിന്റെ വേണം. മോളെ, മണി 3 കഴിഞ്ഞു. ഇനി നീ വന്ന് ഊണ് കഴിക്കേ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് കഴിക്കുന്നത്? എന്നാ അവിടെ നിന്നു, അവൻ വന്നിട്ട് കഴിച്ചാ മതി. ഉടനെ വരാമെന്ന് പറഞ്ഞു പോയ ആളാ. അച്ഛൻ ക്ഷണിച്ചു വരുത്തിയവരൊക്കെ 2 മണിവരെ കാത്തിരുന്നു. എന്തിനാണിങ്ങനെ? പോട്ട് മോളെ, ഏതായാലും വന്നല്ലോ. ഇനി പരിഭവമൊക്കെ ഊണ് കഴിഞ്ഞിട്ടാവാം. രാവിലെ ചോറ് കൊണ്ട് കൊടുക്ക. ഞാൻ ഊണ് കഴിച്ചു. എവിടുന്ന്? ഏട്ടത്തമ്മയുടെ വീട്ടിൽ നിന്ന്. ചേട്ടത്തമ്മയുടെ വീട്ടിൽ നിന്നോ? അത് മോശമായി പോയി രാജ. ഊണ് കഴിക്കാൻ തിടുക്കം പിടിച്ചു പോയതെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. എന്നേക്കാൾ വലുതാണ് ചേട്ടത്തി അമ്മ, ഇല്ലേ? ഞാൻ ഏട്ടത്തിയമ്മ നിർബന്ധിച്ചോണ്ടാ ഉണ്ടത്. രാജൻ വരുന്ന വന്നത് ഇവിടെ അല്ലേ? അവിടെ അല്ലല്ലോ. ഏട്ടത്തിയമ്മ അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അതിപ്പം ഒന്നും പറയണ്ട. ചെയ്ത തെറ്റ്. വിവാഹം കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും. അത് കഴിഞ്ഞേ ഉള്ളൂ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയൊക്കെ. രാജനോട് ഊണ് കഴിക്കുമ്പോൾ രാജന്റെ ഭാര്യ ഇവിടെ ബസ്സിന് കാത്തിരിക്കുകയായിരുന്നു. മേലാളിൽ ആവർത്തിക്കരുത്. നീ പോയി അവളെ സമാധാനിപ്പിക്കും. മോളെ, മടങ്ങിയില്ലേ? വെറുങ്കയോട് പോണ്ട. അപ്പം കടുമാനിരിക്കട്ടെ. മോളെ, എന്തിനാ കരയുന്നു? എന്റെ മോൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പോകുമ്പോൾ കൊടുത്തയക്കാൻ നിവൃത്തിയില്ലാതായി പോയല്ലോ. എന്തെല്ലാം കൊടുത്ത കോവിലകമാണിത്. അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. എന്തിനും അവിടെ ഒരു കുറവും വരില്ല. നിങ്ങൾ ഇറങ്ങട്ടെ. മോളെ, ഇന്ദു പോവുക. ഇവൾ നന്ദിനിക്കുട്ടി ഇന്ദുവിന്റെ പ്രാണനാ. ഇവളെ കൂടി കൊണ്ടുപോയിക്കൊള്ളൂ. അത് വേണമെന്നില്ല. നന്ദിനി ഇവിടെ തന്നെ വന്നോട്ടെ. അങ്ങനെ പറയരുത്. സന്തോഷത്തോടുകൂടി തരുന്നതാണ്. മറ്റൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം.
ബുദ്ധിമുട്ടണമെന്നില്ല. അപ്പുണ്ണി ഇവളെ അവിടെ എത്തിച്ചോളും. അപ്പുണ്ണി ഉച്ച തിരിഞ്ഞ് നന്ദിനിക്കുട്ടിയെ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോളൂ. അടിയൻ വള്ളക്കാരൻ വന്നിട്ടില്ലേ? എന്നാ പുറപ്പെട്ടോളൂ. നീ എന്തിനാണ് ഈ ഭാഗീരഥി കരയുന്നത്? അവൾ ദൂരെങ്ങാണോ പോകുന്നത്? ഓ, ഇതൊരു ചടങ്ങാണല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അന്ന് നിങ്ങൾ എന്തിനാ കരഞ്ഞത്? അതെ, ജീവിതം മുഴുവൻ നിന്റെ കൂടെ കഴിയണമല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞു പോയത്. മോളെ, തൽക്കാലം കുറെ വീട്ടു സാധനങ്ങളും പലഹാരങ്ങളും ഒക്കെ ഉണ്ട്. വീട് വെച്ചതിന് ശേഷം മോക്ക് ആവശ്യമുള്ളതെല്ലാം അച്ഛൻ വാങ്ങിച്ചത്. അച്ഛാ, രാജേട്ടന്റെ വീട്ടുവാതിക്കൽ എനിക്ക് നല്ലൊരു റോസ് ഗാർഡൻ ഉണ്ടാക്കണം. അവിടെ എന്തിനാ ഇനി തോട്ടം? അവിടെ ആഗ്രഹമില്ലേ മോനെ? മോളെ, നീ ഇപ്പൊ റോസ് നടാനും വളർത്താനും ഒന്നും പോകണ്ട. ഒരു 100 ചട്ടി നല്ല റോസ് ചെടി അച്ഛൻ വാങ്ങി കൊടുത്തയച്ച. ശരി അച്ഛാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത്രയേറെ പലഹാരങ്ങൾ എന്തിനായിരുന്നു? ഇതൊക്കെ ഇനി എന്ത് ചെയ്യും? ഉഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, അയൽവീടുകളിലും കൊടുത്തയക്ക്. എന്തുന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതിൽ അവക്ക് വിഷമം കാണും. പാവം പെണ്ണ്. നീ ഒരു കാര്യം ചെയ്യ്, അവളല്ലേ മൂത്തത്, അവളെ വിളിച്ച് ഇത് പങ്കുവയ്പ്പിക്ക്. അപ്പോ അവളുടെ വിഷമം മാറും. അത് ശരിയാ. ഈ കടുമാങ്ങ എനിക്ക് വേണം. കോലത്ത് കടുമാങ്ങയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാ. മോളെ. ആഹാ, രണ്ടുപേരും ഉണ്ടോ? മക്കളെ, ഇത് നമ്മുടെ വീട്ടിൽ വന്ന പലഹാരങ്ങളാ. ഇതിനോടൊരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഇന്ന് പങ്കുവെച്ച് കുറേശ്ശെ അയൽവക്കത്തും കൊടുത്തയക്ക്. ഉഷമോളും കൂടി ഒന്ന് സഹായിച്ചു കൊടുക്ക. എന്ത് പറ്റി? എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം പങ്കുവയ്ക്കാൻ എനിക്കറിയില്ലേ? അതിന് വെറും കൈയോടെ വന്നവര് വേണോ? കാര്യം എന്താന്ന് പറ. എന്റെ വീട്ടിന് പലഹാരമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിന് എന്നെ കൊച്ചാക്കാനല്ലേ അമ്മ അത് പങ്കിടാൻ എന്നോട് പറഞ്ഞത്. എന്റെ അമ്മയെ പറ്റി നിനക്കൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഒന്ന് പരിഭവിക്കാൻ പോലും അറിഞ്ഞുകൂടാത്തവരാണ് അവർ. അമ്മ ഇവിടെ എന്ത് നിശ്ചയിക്കുന്നോ അത് നടക്കണം. അദ്ദേഹം പോയി പലഹാരം പങ്കുവയ്ക്ക്. ഓ, വേറെ എന്ത് പറഞ്ഞാൽ ഞാൻ സഹിക്കും. എന്റെ അമ്മ പക്ഷപാതം കാണിക്കാണെന്നേ നീയല്ല നിന്റെ തന്ത പറഞ്ഞാൽ ഞാൻ അടിക്കും. അതിന് എന്റെ തന്തയ്ക്ക് പറയുന്നത് എന്തിനാ? നീ എന്റെ അമ്മയെ കുറിച്ച് വേണ്ടാനും പറഞ്ഞിട്ട് പോയി പലഹാരം പങ്കിട്ടൂടെ. ഓഹോ, അല്ല, ഇതിവിടെ വെച്ചോണ്ട് നോക്കി നിൽക്കുവാന്നോ? ഇപ്പൊ കൊടുത്തേക്കമ്മേ. ഉഷമോളെ, വീട്ടിൽ നിൽക്കുമ്പോ ഇത്ര ആഭരണങ്ങൾ എന്തിനാ? ആവശ്യത്തിന് എന്തെങ്കിലും പോരെ? ബാക്കിയുള്ളതെല്ലാം ഒരു രാജന്റെ കൊടുത്തിട്ട് പെട്ടി വെച്ച് പൂട്ടാൻ പറ. ഇന്നാ പെട്ടി വെച്ച് പൂട്ടിയേക്ക്. എന്താ ഉഷേ? ചേട്ടത്തിക്ക് ആഭരണം ഒന്നും ഇല്ലാത്തതിന് ഞാൻ എന്ത് പഴിച്ചു? അതിന് എന്റെ ആഭരണങ്ങളൊക്കെ ഒരു പെട്ടിയിൽ വയ്ക്കാൻ പറയുന്നത് എന്തിനാ? ആര് പറഞ്ഞു?
അമ്മ നീ വന്നേ